മലപ്പുറം തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിനെ തുടർന്ന് ഗൈനക്കോളജി വിഭാഗം അടച്ചുപൂട്ടിയെന്ന് പരാതി. ഡോക്ടർമാർ അവധിയെടുത്ത് സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നെന്നാണ് ആരോപണം. ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കാതെ ട്രാൻസ്ഫർ നടത്തിയതിലും അപാകതയുണ്ട്. വിവരങ്ങളുമായി ശാന്തകുമാർ വെള്ളാലത്താണ് ചേരുന്നത്. ശാന്തകുമാർ, അതായത് ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ട്. ഈ ആരോപണത്തിൽ അതിൽ കഴമ്പുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടിയെടുക്കേണ്ട സാഹചര്യം കൂടിയാണ്. തീർച്ചയായും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ നടപടി വേണം. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം കാര്യങ്ങൾ തീരുമാനമെടുത്താൽ മാത്രമേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിയുള്ളൂ. ഇത് സാങ്കേതികമായ പ്രശ്നം കൂടി അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. 3 ഗൈനക്കോളജി വിഭാഗത്തിൽ 3 ഡോക്ടർമാരാണുള്ളത്. രണ്ട് സീനിയർ ഡോക്ടർമാരും ഒരു ജൂനിയർ ഡോക്ടറുമാണ്. ഈ ജൂനിയർ ഡോക്ടറെ ഒരു വ്യക്തിപരമായ ആവശ്യത്താൽ അവധിയെടുത്തു. 2 സീനിയർ ഡോക്ടർമാരിൽ ഒരാൾ ദീർഘകാല അവധിയെടുത്തുകൊണ്ട് മറ്റ് ആശുപത്രിയിൽ ജോലിക്ക് പോവുകയും ചെയ്തു. മറ്റൊരു സീനിയർ ഡോക്ടർ മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി. അപ്പോൾ ഈ 3 ഡോക്ടർമാരും തിരൂരങ്ങാടി ആശുപത്രിയിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അതായത് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട് വരുന്നവർക്ക് ചികിത്സിക്കുന്നതിന് വേണ്ട നേരത്തെ സൗകര്യമുള്ള എല്ലാ അനുബന്ധ സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയാണ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി. അവിടെ ഈ ഡോക്ടർമാരില്ലാത്തതിനാൽ ഈ സംവിധാനം പരിപൂർണമായും അടച്ചിടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അതാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുന്ന രോഗികളെ അല്ലെങ്കിൽ ഗർഭിണികളായവരെ എല്ലാം ഇപ്പോൾ മറ്റ് ആവശ്യങ്ങൾക്കുമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയുമാണ്. ഇവിടെ പുതിയ നിയമനം നടത്തുക അല്ലെങ്കിൽ പകരം നിയമനം നടത്തതാണ് നിലവിലെ സാങ്കേതിക പ്രശ്നം. ഈ നിയമനം നടത്താൻ ഉള്ള തടസ്സം എന്ന് പറയുന്നത് ഈ അവധിയെടുത്തുമായി അവരുടെ സാങ്കേതിക പ്രശ്നങ്ങൾ, അത് ഈ ആരോഗ്യ വകുപ്പിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ്. ആ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതാണ് പുതിയ ഡോക്ടർമാരെ നിയമിക്കാനും കഴിയാത്തത്. അവ പരിഹരിക്കണമെങ്കിൽ ആരോഗ്യവകുപ്പിന് മാത്രമേ കഴിയുള്ളൂ. അവ എത്രയും വേഗത്തിൽ നടപ്പാക്കണമെന്ന് തന്നെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ആവശ്യം. കാരണം നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പ്രയാസപ്പെടുന്നത്. അവരിപ്പോൾ ഈ ഗർഭിണികൾ ഉൾപ്പെടെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മറ്റ് സ്വകാര്യ ആശുപത്രിയിലേക്കും പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിട്ടുണ്ട്. ലിനിഷ.